ഒരു ബസ് പിറകിലോട്ടെടുക്കാൻ മുന്നോട്ടെടുക്കാൻ ഇവിടെ നിന്ന് വളഞ്ഞ് പുറത്തേക്ക് പോകാനൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. കണ്ടോ, ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എല്ലാ തൂണും, ഇതിപ്പോൾ ഒരു തൂണാണ്. ഈ തരത്തിൽ KSRTC ബസ് സ്റ്റാൻഡിനകത്തെ എല്ലാ തൂണുകളിലും ഇതേ രീതിയിൽ ബസ് തട്ടി പൂർണ്ണമായിട്ടും പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഇതിങ്ങനെ തൂണിനും ബലക്ഷയം സംഭവിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, ബസ്സിനും പരിക്കുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ആ രീതിയിൽ ബസ് ഒന്ന് മുന്നോട്ടെടുക്കാനോ പിന്നോട്ടെടുക്കാനോ ഒക്കെ വലിയ രീതിയിൽ പ്രയാസം നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റാൻഡ് കുറേ കാലങ്ങളായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇതിനകത്ത് ഈ ബസ്സുകളൊക്കെ നിർത്തിയിടുന്ന ഭാഗത്ത് രണ്ട് കടകളാണുള്ളത്. രണ്ട് കടകൾ. ആ 2 കടകളിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് ഇപ്പോൾ KSRTCക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 5 കോടി രൂപയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ 5 കോടി രൂപയ്ക്ക് ഒരു വരുമാനം പ്രതീക്ഷിച്ചിരുന്നിടത്ത് 1 കോടി പോലും അതല്ലെങ്കിൽ 2 കോടി പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നല്ല ബസ്സുകൾ വന്നാൽ തന്നെ കംപ്ലീറ്റ് ബോഡി എറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ അപാകതകളാണ്. എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളെടുത്തൊക്കെ എല്ലാം പ്രശ്നങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവരിതൊന്നും ചെയ്യുന്നത്. കാരണം പണ്ടൊക്കെ 60-70 ബസ് ഉണ്ടായ സ്ഥലമായിരുന്നത്. ഇപ്പോൾ ആകെ 46 ബസ്സിനെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേമാതിരി കണ്ണൂർ ഭാഗത്തേക്ക് പോകാൻ ബസ് വളരെ കുറവാണ്. ഭയങ്കര പ്രയാസമാണ്. അത് ട്രെയിനാണെങ്കിൽ ഫുള്ള് ലോഡഡാണ്. അപ്പോൾ നമ്മളൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമുക്കൊക്കെ ഭയങ്കര പ്രയാസമാണ്. അത് 75 കോടി രൂപ ചിലവിൽ ഇത് നിർമ്മിക്കുന്നു. അങ്ങനെ നിർമ്മിച്ചതിന് ശേഷം ഇത് വീണ്ടും ഒരു പഠനം നടത്തി ഇതിനി പൂർണ്ണമായി നല്ല രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ എന്തു ചെയ്യണം എന്നൊരു ആലോചന വന്ന സമയത്ത് അതിന് 30 കോടി രൂപയെങ്കിലും ഇനിയും ചിലവഴിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ 30 കോടി രൂപ ചിലവഴിച്ച് എങ്ങനെ ഇത്രയും വലിയ ഇങ്ങനെ പണിത ഒരു കെട്ടിടം ഇനി എങ്ങനെ നല്ല രീതിയിലേക്ക് മാറ്റാം എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ അതും ഒരു പ്രതിസന്ധിയിലേക്ക് പോയി എന്ന് തന്നെ വേണം പറയാൻ. മോശമായ അവസ്ഥയാണ്. ബാത്റൂമൊക്കെ ശുചിമുറിയൊക്കെ ആകെ പ്രശസ്തമാണ്. ഒന്നും ഫ്ലഷ് വരുന്നില്ല, ഒന്നുമില്ല, ആകെ ബുദ്ധിമുട്ടില്ല നിൽക്കുന്നത്. ക്യാമറമാൻ വ്യാസ്പിറാമിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.